എവിടെ നോക്കിയാലും മിനി SUV-കൾ മാത്രം കാണപ്പെടുന്ന ഈ ഒരു സമയത്ത് നമുക്കൊരു സബ് 4 മീറ്റർ സെഡാൻ സെഗ്മെൻറ്റ് കൂടിയുണ്ട്. അതിൽ വളരെ അമേസിംഗ് ആയിട്ടുള്ളൊരു വാഹനമുണ്ട്. പ്രസൻറ്റിംഗ് ദി ഓൾ ന്യൂ ഹോണ്ട അമേസ്. വെൽക്കം ബാക്ക് ടു ടർബോ ഡ്രൈവ്. ഹോണ്ട വളരെയധികം അറിഞ്ഞിട്ടൊരു പേരാണ് അമേസ് എന്നുള്ളത്. കാര്യം വളരെ അമേസിംഗ് ആയിട്ടുള്ളൊരു വാഹനമാണ്. വാഹനത്തിൻ്റെതായിട്ടുള്ള എല്ലാ എലമെൻറ്റ്സിലും നോക്കുകയാണെങ്കിലും ഡിസൈൻ, ഇതിൻ്റെ റൈഡിംഗ് കംഫർട്ട്, ഇതിൻ്റെ ഫീച്ചേഴ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് വളരെ അമേസിംഗ് ആയിട്ടുള്ളൊരു വാഹനമാണ്. എസ്പെഷ്യലി ഈ ഒരു 2025 എഡിഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് റീഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ലഭിക്കുന്നത്. പ്രീവിയസ് ജനറേഷൻ അമേസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും വളരെ മാറ്റം കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഈ ഒരു 2025 ഹോണ്ട അമേസിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് എലിവേറ്ററിനോടൊക്കെ സാമ്യം തോന്നുന്ന രീതിയിലായിട്ടുള്ള ഒരു ഫ്രണ്ട് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഒരു മിനി സിറ്റിയുടെ ഒരു മിനിയേച്ചർ ഭാഗമായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ അങ്ങനെയധികം ഡിസൈനിൽ വളരെയധികം കാര്യമായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവന്നിട്ടാണ് ഹോണ്ട അമേസിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു വാഹനം ഹോണ്ട പ്ലേസ് ചെയ്തിരിക്കുന്നത് സബ് 4 മീറ്റർ കോമ്പാക്ട് സെഡാൻ സെഗ്മെൻറ്റിലാണ്. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ 4000 മില്ലിമീറ്ററിൽ താഴെയുള്ള വാഹനങ്ങളുടെ ശ്രേണിയിലാണ് ഈ ഒരു വാഹനത്തിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും മാരുതി ഡിസയറാണ് ഈ ഒരു വാഹനത്തിൻ്റെ കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത്. 2024 അവസാനത്തോടെയാണ് ഡിസയറിന് മാരുതി വളരെയധികം ചേഞ്ചസ് ആയിട്ടുള്ള ഒരു ഫേസ് ലിഫ്റ്റ് കൊണ്ടുവന്നത്. അതിനോട് തന്നെ മത്സരിക്കാൻ വേണ്ടിയിട്ട് തന്നെ അമേസിലും ആ ഒരു ഡിസൈനിൻ്റെ ആ ഒരു മത്സരം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫ്രണ്ടിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് വലിയൊരു ഗ്രില്ലാണ്. അതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച എലിവേറ്ററിനോട് സാമ്യം തോന്നുന്ന ആ ഒരു ഡിസൈൻ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. വലിയൊരു ക്രോം എലമെൻറ്റ് 2 ഹെഡ് ലാമ്പിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. LED യൂണിറ്റ്സ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഫോഗ് ലാമ്പ് നമുക്ക് LED യൂണിറ്റ്സ് ആണ് ലഭിക്കുന്നത്. നോർമലി നമ്മൾ വാഹനങ്ങൾ കാണുന്നത് ആ ഒരു ഗ്രില്ലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയിൽ കൊടുത്തിരിക്കുന്ന ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ്. എന്നാൽ ഹോണ്ട അമേസിലേക്ക് വരുന്ന സമയത്ത് ഹെഡ് ലാമ്പിന് മാത്രമായിട്ടൊരു ചെറിയ ഭാഗം കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചുകൂടി അകത്തേക്ക് കയറി നിൽക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അമേസിംഗ് ആയിട്ടുള്ള കുറച്ചധികം ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഈ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ക്യാമറ കൊടുത്തിരിക്കുന്നത്. നമ്മൾ സിറ്റിയിലാണ് മുൻപ് ഈ ഒരു ബ്ലൈൻഡ് സ്പോട്ട് വ്യൂ മിററിൻ്റെ സിസ്റ്റം കണ്ടിട്ടുള്ളത്. എന്നാൽ അതും ഈ ഒരു അമേസ് 2025 അമേസിലേക്ക് വന്ന സമയത്ത് ഹോണ്ട കൊടുത്തിട്ടുണ്ട്. അതും ഈ ഒരു സെഗ്മെൻറ്റിലെ ഫസ്റ്റ് ഫീച്ചറായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ആൻഡ് 15 ഇഞ്ച് വലിപ്പമുള്ള ഒരു അലോയ് വീൽ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. പുതിയൊരു അലോയ് വീൽ പാറ്റേൺ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 2 സൈഡിലും റിക്വസ്റ്റ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഹോണ്ട ഇവിടെയും കോസ്റ്റ് കട്ടിംഗ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. സോ ഇതും ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹോണ്ട അമേസിൻ്റെ റിയർ എൻഡിലേക്ക് വരുമ്പോഴും സിറ്റിയുടെ ഒരു ഡിസൈൻ പാറ്റേൺ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹോണ്ട സിറ്റിയിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റിൻ്റെ ആ ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ഈ ഒരു അമേസിലും കൊടുത്തിരിക്കുന്നത്. അതും പ്രീവിയസ് ജനറേഷനിലൊന്നും നമ്മൾ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ഒരു ഡിസൈൻ പാറ്റേൺ ആണ്. ആൻഡ് അത് നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സും റിവേഴ്സ് പാർക്കിംഗ് ക്യാമറയും വരുന്നുണ്ട്. കൂടാതെ ബൂട്ട് ഡോർ ഓപ്പൺ ചെയ്യാനായിട്ട് കീയിൽ നമുക്കൊരു ബട്ടൺ ലഭിക്കുന്നുണ്ട്. ആ ഒരു ബട്ടൺ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ബൂട്ട് ഡോർ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് അത്യാവശ്യം നല്ല ഒരു ബൂട്ട് സ്പേസ് നമുക്ക് ലഭിക്കുന്ന രീതിയിലാണ് ഹോണ്ട അമേസിൽ ആ ഒരു ബൂട്ട് സ്പേസിൻ്റെ ക്രമീകരണം വന്നിട്ടുള്ളത്. കൂടാതെ നമുക്ക് ഇവിടെ ഇൻസുലേഷൻസ് ഒക്കെ ലഭിക്കുന്നുണ്ട്. ഡിസൈറിൽ ഇങ്ങനത്തെ ഇൻസുലേഷൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. എന്നാൽ ഹോണ്ട അമേസിൽ ഇങ്ങനെയുള്ള പല ഏരിയസും കവർ ചെയ്തിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഹോണ്ട അമേസിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ പ്രീവിയസ് ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും റീഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പുതിയൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. ഡാഷ്ബോർഡിൻ്റെ ലേഔട്ട് മൊത്തത്തിൽ തന്നെ മാറിയിട്ടുണ്ട്. നമുക്കൊരു വളരെ മനോഹരമായിട്ടുള്ള ഒരു റൗണ്ട് ഷേപ്പിലുള്ള സ്റ്റിയറിംഗ് വീൽ വരുന്നുണ്ട്. ആ സ്റ്റിയറിംഗ് വീലിൽ സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്. നമുക്ക് എയ്ഡാസിൻ്റെ കുറച്ചധികം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ലൈൻ കീപ്പ് സിസ്റ്റം, ലൈൻ ഡിപ്പാർച്ചർ വാർണിംഗും, അതുപോലെ തന്നെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, ഇങ്ങനെയുള്ള കുറച്ചധികം ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. അതൊരു ക്യാമറ ബേസ്ഡ് സിസ്റ്റമാണ്. അതിൻ്റെ ക്യാമറ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാനായിട്ട് സാധിക്കും. ഒരു ഡിജിറ്റൽ പ്ലസ് അനലോഗ് എന്നീ കോമ്പിനേഷൻ വരുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് അതിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽ ഒക്കെ കുറച്ചധികം മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരം എന്ന് പറയാൻ കാര്യം അതിലൊരു റെഡ് എലമെൻറ്റിൻ്റെ ഒരു കളർ ടച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് മറ്റുള്ള ഹോണ്ട വാഹനങ്ങളിൽ എല്ലാം തന്നെ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത്രയധികം ഡീറ്റെയിൽ ഓഫ് അറ്റൻഷൻ ഓഫ് ഡീറ്റെയിലാണ് ഈ ഒരു വാഹനത്തിൽ ഹോണ്ട കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡാഷ്ബോർഡ് ഡിസൈൻ നോക്കുകയാണെങ്കിലും ലേയർഡ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബേജ് കളർ തന്നെയാണ് സീറ്റിൻ്റെ ഒരു ഭാഗത്തിലേക്ക് വരുന്ന സമയത്ത്. ഡ്രൈവിംഗ് സീറ്റിനെ പറ്റി പറയുമ്പോഴും അണ്ടർ തൈ സപ്പോർട്ട് വളരെയധികം കുറവാണ്. അതായത് നമ്മളൊരു ഫുള്ളി ഗ്രോൺ അഡൾട്ട്സ് ഇരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു അണ്ടർ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്ന് തോന്നാറുണ്ട് ഈ ഒരു വാഹനത്തിൽ. അത് മാത്രമാണ് ഒരു ഡ്രോബാക്കായിട്ട് പറയാനുള്ള കാര്യം. എന്നാൽ ബാക്ക് നന്നായി ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ നമുക്കൊരു പ്രോപ്പർ ആംറസ്റ്റും വരുന്നില്ല. പക്ഷേ ഇത് നമുക്ക് ഓപ്ഷനായിട്ട് നമുക്ക് ആക്സസറി ആയിട്ട് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കിവിടെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പുതിയൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ തുടങ്ങിയവയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് വളരെയധികം ക്ലാരിറ്റി കിട്ടുന്ന ഒരു റിവേഴ്സ് പാർക്കിംഗ് ക്യാമറയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. 5 സ്പീഡ് മാനുവൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ CVT ലഭിക്കുന്നുണ്ട്. ഓട്ടോ ACയുടെ ക്ലൈമറ്റ് കൺട്രോൾ എലമെൻറ്റ്സ് ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മളൊരു ചൂടുള്ള ഒരു പ്രതലത്തിൽ വാഹനം ഇടുകയാണെങ്കിൽ വാഹനം പെട്ടെന്നൊന്ന് കൂളാകാൻ വേണ്ടിയിട്ട് മാക്സ് കൂൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ചെറിയൊരു ഡിസ്പ്ലേയിലാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. സൺറൂഫോ കാര്യങ്ങളോ
കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. കോമ്പറ്റീറ്റർ മോഡൽസിൽ നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്. ആൻഡ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുള്ളത് ഗംഭീരമായിട്ടുള്ളൊരു മ്യൂസിക് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് രണ്ട് സൈഡിലും ട്യൂട്ടേഴ്സ് വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നല്ലൊരു മ്യൂസിക് എക്സ്പീരിയൻസ് ഈ ഒരു വാഹനത്തിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് സേഫ്റ്റി സൈഡ് നോക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ടിലും സൈഡിലും കർട്ടൺ എയർ ബാഗ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് ക്യാമറ നമുക്ക് വരുന്നുണ്ട്. ഹോണ്ട അമേസിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ, എസ്പെഷ്യലി സെക്കൻഡ് റോയിലേക്ക് വരുമ്പോൾ നല്ല ഒരു കംഫർട്ട് കിട്ടുന്ന ഒരു സീറ്റിംഗ് കോൺഫിഗറേഷനാണ് കൊടുത്തിരിക്കുന്നത്. പിൻഭാഗത്ത് നമുക്ക് 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു സ്പേസിൻ്റെ ഒരു മാനേജ്മെൻറ്റാണ് ചെയ്തിരിക്കുന്നത്. 3 പേർക്ക് ഡെഡിക്കേറ്റഡ് ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ആംറസ്റ്റ് വരുന്നുണ്ട്. കപ്പ് ഹോൾഡേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ആംറസ്റ്റ് അത് ഈ ഒരു ഭാഗത്തായിട്ടാണ് അതിൻ്റെ ആ ഒരു ലാൻഡിങ് വരുന്നത്. അത് നോർമലി ലഭിക്കുന്ന രീതിയിൽ ഈ ഒരു പൊസിഷനിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു എന്ന് തോന്നി. പിൻഭാഗത്ത് നല്ല അണ്ടർ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ഒരു ഹെഡ് റൂമും ഹെഡ് സ്പേസും നമുക്ക് ലഭിക്കുന്നുണ്ട്. AC വെൻസ് വരുന്നുണ്ട്. ചാർജിങ് പോർട്സ് വരുന്നുണ്ട്. ചാർജിങ് പോർട്സ് 12 വോൾട്ടിൻ്റെ ചാർജിങ് യൂണിറ്റ് ആണ്. ടൈപ്പ് എയോ ടൈപ്പ് സിയുടെ ഒരു ചാർജിങ് പോർട്ട്സോ വരുന്നില്ല. എന്നാൽ ഇതിൻ്റെ കോമ്പറ്റീറ്റർ മോഡൽസ് നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ഒരു സീറ്റിന് നമുക്ക് മാഗസിൻ ഹോൾഡേഴ്സ് ലഭിക്കുന്നുണ്ട്. ഈ ഒരു സീറ്റ് മാക്സിമം മുൻഭാഗത്തേക്കും ഈ ഒരു സീറ്റ് മാക്സിമം പിൻഭാഗത്തേക്കാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ലെഗ് സ്പേസിൻ്റെ ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു ദീർഘദൂര യാത്രകൾക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു പിൻഭാഗം തന്നെയാണ് ഈ ഒരു ഹോണ്ട അമേസിൽ കൊടുത്തിരിക്കുന്നത്. ഹോണ്ടയുടെ വാഹനങ്ങളും ഹോണ്ട വാഹനങ്ങളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപോലെ എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ഹോണ്ടയുടെ എഞ്ചിൻ്റെ ടെക്നോളജി, അല്ലെങ്കിൽ എഞ്ചിൻ്റെ ഒരു സ്മൂത്ത്നെസ്, റിഫൈൻമെൻറ്റ്. അത് തന്നെയാണ് നമുക്ക് ഈ ഒരു അമേസിലും കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു 1.2 ലിറ്റർ നാച്ചുറൽ ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. 89 bhp പവറും 110 Nm ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഗിയർ ബോക്സ് കോമ്പിനേഷൻ കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. 5 സ്പീഡ് മാനുവലും CVT നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ എഞ്ചിൻ ബോണറ്റിൻ്റെ അടിഭാഗത്തായിട്ട് ഇൻസുലേഷൻസ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ചില സമയത്ത് ഓവർടേക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്ന സമയത്തൊക്കെ എഞ്ചിൻ കുറച്ചുകൂടെ നോയിസി ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്. 18 കിലോമീറ്ററാണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് എങ്കിൽ പോലും എനിക്കിപ്പോൾ നിലവിൽ 14 കിട്ടുന്നുണ്ട്. ഈ ഒരു വാഹനം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് 12 ആയിരുന്നു മൈലേജ് കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ എനിക്ക് 14 ആയി. അതായത് ഡ്രൈവിംഗ് പാറ്റേൺ മാറുന്നതനുസരിച്ച് വാഹനത്തിൽ നല്ല മൈലേജിൻ്റെ ഒരു വേരിയേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ ഹാൻഡി ആയിട്ടും മാനുവറിംഗ് ഉള്ള ഒരു വാഹനം കൂടിയാണ് ഹോണ്ട അമേസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു പ്രൈസ് പോയിന്റ് നോക്കുന്ന സമയത്തും വളരെയധികം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വാഹനം കൂടി, കുറച്ചുകൂടി നല്ല ലക്ഷറി ഫീച്ചേഴ്സ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു പ്രീമിയം എലമെൻറ്റ്സ്, നല്ല ഒരു എഞ്ചിൻ ഗിയർ ബോക്സ് കോമ്പിനേഷൻ, റിലയബിലിറ്റി ഉള്ള ഒരു വാഹനം, ഇങ്ങനെയുള്ള പല ആസ്പെക്റ്റ് നോക്കുന്ന സമയത്തും നമുക്ക് ഈ ഒരു വാഹനത്തിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള ഒരു സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ഹോണ്ട അമേസിൻ്റെ വില വിവരം ഒന്ന് നോക്കാം. നമുക്ക് 3 വേരിയൻസ് ആണ് ലഭിക്കുക. VX ആൻഡ് ZX. ഇതിൽ മാനുവൽ, ഓട്ടോമാറ്റിക് എന്നീ 2 വേരിയൻസിലാണ് ലഭിക്കുക. ഏറ്റവും ബേസ് വേരിയൻറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 7,40,000 രൂപയാണ് എക്സ്ഷോറൂം വില. അത് ഓൺ റോഡ് കൊച്ചിയിലെ വില വരുമ്പോൾ 9,30,000 രൂപ വരും. ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ 9,45,000 രൂപ എക്സ്ഷോറൂമും 11,47,000 രൂപ ഓൺ റോഡ് വിലയും വരും. ഓട്ടോമാറ്റിക്കിൻ്റെ ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10,73,000 രൂപയാണ് ഓൺ റോഡ് കൊച്ചി വില വരുന്നത്. ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ 12,54,000 രൂപ വരും. ഇങ്ങനെയാണ് ഹോണ്ട അമേസിൻ്റെ ആ ഒരു എക്സ്ഷോറൂം വിലയും ഓൺ റോഡ് വിലയും ലഭിക്കുന്നത്. ഇതിൻ്റെ കോമ്പറ്റീറ്ററായിട്ട് വരുന്നത് മാരുതി ഡിസയറാണ്. എൻട്രി ലെവൽ മോഡൽസിലേക്ക് പോകുന്ന സമയത്ത് ഒരു 7.5 ലാക്സിനൊക്കെ നമുക്ക് ലഭിക്കുന്ന മോഡൽസ് ഉണ്ട്. എന്നാൽ ഹോണ്ട അമേസിലേക്ക് വരുമ്പോൾ അതൊരു 8.5 അല്ലെങ്കിൽ ഒരു 9 എത്തിപ്പെടുന്ന ഒരു രീതിയാണ് നമുക്ക് കാണുന്നത്. ആൻഡ് നമുക്ക് CNGയിലും ഈ ഒരു അമേസ് ലഭിക്കുന്നുണ്ട്. പക്ഷേ നമുക്കത് ഫാക്ടറി ഫിറ്റഡ് ആയിട്ട് വരുന്നില്ല. അത് ഡീലർഷിപ്പ് ത്രൂ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് അവൈലബിൾ ആകുന്നത്. എന്നാൽ ഡിസയറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഫാക്ടറി ഫിറ്റഡ് ആയിട്ടുള്ള ഒരു CNG മോഡൽസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. സീറ്റ് വെന്റിലേഷൻ്റെ ഓപ്ഷൻസ് ഒക്കെ ലഭിക്കുന്നുണ്ട്. അതും ഡീലർഷിപ്പ് ത്രൂ ആണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. കമ്പനി ഫാക്ടറി ത്രൂ നമുക്ക് അങ്ങനെയുള്ള ഒരു ഓപ്ഷൻസ് ലഭിക്കുന്നില്ല. ഈ പ്രൈസ് പോയിന്റ് നോക്കുന്ന സമയത്തും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് ഹോണ്ട അമേസ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ നിങ്ങൾ ഹോണ്ട അമേസ് ചൂസ് ചെയ്യുമോ അതോ ഡിസയറിലേക്ക് പോകുമോ, അതല്ലെങ്കിൽ ഒരു 10 ലക്ഷത്തിൽ താഴെ നിങ്ങൾ വാഹനം നോക്കുന്ന സമയത്ത് ഇതിലേതാണ് നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതും കമൻസിൽ അറിയിക്കാം. മറ്റൊരു ദിവസം മറ്റൊരു വാഹനമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.